മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 2-3 വാക്യം. എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണാം. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. ഒട്ടും പരിചയമില്ലാത്ത 2 പേർ തന്നെ സാവധാനം വലിച്ചു കൊണ്ടുപോയി വസ്ത്രങ്ങൾ വിരിച്ച്, എന്നാൽ ആരോ തൻ്റെ പിന്നിലൂടെ കയറി. പരിചയക്കുറവുണ്ട്, കാരണം തൻ്റെ ആദ്യ സവാരി. ഞാൻ നടന്ന വഴികളിൽ ഒരിക്കലും കാണാത്ത കാഴ്ച. വഴിയിലെല്ലാം വസ്ത്രവും മരച്ചില്ലകളും. കൊള്ളാം, തുടക്കം കൊള്ളാം. ഒരു കാര്യം മനസ്സിലായി, തൻ്റെ പുറത്തിരിക്കുന്നവൻ രാജാവാണ്. കഴുതയ്ക്ക് ചിരി തോന്നി. എന്നെ കളിയാക്കി ചിരിക്കുന്നവർ, എന്നാൽ എൻ്റെ പുറത്തും രാജാവ് യാത്ര ചെയ്യുന്നു. അഹങ്കരിക്കാൻ വകയായി. ആർക്കും വേണ്ടാത്തവനെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാക്കുന്ന ക്രിസ്തു. നമുക്കും ക്രിസ്തുവിനെ വഹിക്കുന്ന കഴുതകളായി മാറാം. അങ്ങനെ വിനയവും എളിമയും കരുണയും സ്നേഹവും നിറഞ്ഞതാകട്ടെ. ആമേൻ.